ആരുടെയും മനം മയക്കുന്ന നിരവധി ഡാമുകളാൽ സമ്പന്നമാണ് പാലക്കാട് ജില്ല. അത്തരത്തിൽ എല്ലാവരെയും ആകർഷിക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഒരു ഡാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മംഗലം ഡാം. മംഗലം ഡാമിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് ഈ മനോഹരമായ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഒക്കെ ഞങ്ങൾ എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നേരെ ഡാമിലേക്ക് പോകാം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് ഡാമിന്റെ റിസർവോയറിലേക്ക് പോകാനായിട്ട്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. ഒരു കാടിനകത്തൂടെ പോകുന്ന ഫീലാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ ലഭിക്കുന്നത്. റിസർവോയറിനടുത്തായി തന്നെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ചെറിയൊരു ടോയ്ലറ്റ് സമുച്ചയം ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് വളരെ ഉപയോഗപ്രദമായ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. റിസർവോയറിലേക്ക് കയറുന്നടുത്തായിട്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. പക്ഷേ അവിടെ ടിക്കറ്റ് പരിശോധിക്കാനൊന്നും ആരുമില്ല. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പരിശോധനകളൊന്നുമില്ല. നമുക്ക് നേരെ ഡാമിലേക്ക് പോകാം. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ എല്ലാ മനോഹാരിതയും ഈ ഡാമിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. 2 അണക്കെട്ടുകൾ ചേർന്നതാണ് മംഗലം ഡാം എന്ന് പറയുന്നത്. ഈ അണക്കെട്ടിൽ ഷട്ടറുകളൊന്നുമില്ല. ഷട്ടറുകളൊക്കെ ഉള്ളത് ഇതിന്റെ മറുവശത്തുള്ള അണക്കെട്ടിലാണ്. ഗായത്രി പുഴയുടെ പ്രധാന കൈവഴിയായ മംഗലം പുഴയിലാണ് ഈ ഒരു ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ജലസേചന പദ്ധതിയാണ്. ഈ റിസർവോയറിന്റെ സൈഡിലൂടെ കുറേ ദൂരം നടന്നാൽ മാത്രമാണ് നമുക്ക് രണ്ടാമത്തെ അണക്കെട്ടിലേക്ക് എത്താൻ പറ്റുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. വിവിധയിനം പക്ഷിമൃഗാദികളുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥ കൂടിയാണ് മംഗലം ഡാം. ഈ ഡാമിന്റെ 4 വശവും വനത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്രയിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും കാട്ടുമൃഗങ്ങളുടെ സൈറ്റിങ്ങും കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഡാമിന് ചുറ്റും താമസിക്കുന്ന ജനങ്ങളുടെ പ്രധാന ജീവിതോപാധി എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. മംഗലം ഡാമിലെ മറ്റൊരു പ്രധാന ആകർഷണം ഈ കാണുന്ന പാർക്കാണ്. വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന നിരവധി കളി ഉപകരണങ്ങൾ ഇവിടുത്തെ പാർക്കിലുണ്ട്. അതൊക്കെ നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിമനോഹരങ്ങളായ ഇത്തരം സ്ഥലങ്ങളിൽ അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ സഞ്ചാരികൾ ഇതൊക്കെ അവഗണിക്കാറാണ് പതിവ്. ഇതാണ് ശരിക്കുമുള്ള മംഗലം ഡാം. ഇവിടെയാണ് ഷട്ടറുകളൊക്കെ ഉള്ളത്. മംഗലം ജലസേചന പദ്ധതിക്ക് വേണ്ടിയാണ് ഈ ഒരു അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1956 ഈ ജലസേചന പദ്ധതിയും ഇതിന്റെ കനാൽ സംവിധാനം ഒക്കെ പൂർത്തിയായത്. നിങ്ങളുടെ എല്ലാ ആശങ്കകളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ശാന്തമായിരിക്കാൻ, വിശ്രമിക്കാൻ പറ്റുന്ന പാലക്കാട്ടിലെ ഒരിടമാണ് ഈ മംഗലം ഡാം. റിസർവോയറിനുള്ളിലെ ഒരു ചെറിയ തുരുത്തിലാണ് ഇവിടുത്തെ വാട്ടർ ലെവലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദൂരെ നിന്നുള്ള ആ വാട്ടർ ലെവലിന്റെ കാഴ്ചയൊക്കെ അതിമനോഹരമാണ്. വൈകുന്നേരങ്ങളിലാണ് ഈ ഡാം സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം. ആ സമയത്താണ് ഈ ഡാം ഏറ്റവും മനോഹാരിയായി മാറുന്നത്. മലമ്പുഴ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയായ കവ ഇന്ന് വളരെ പ്രശസ്തമാണ്. ഒരുപക്ഷെ കവയേക്കാളും ഒക്കെ അതിമനോഹരിയാണ് ഈ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയും. പശ്ചിമഘട്ടത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന മനോഹരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മംഗലം അണക്കെട്ട് നിങ്ങളുടെ പാലക്കാട് യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ്. ഇവിടുത്തെ അസ്തമയ കാഴ്ചകൾ എടുത്തു പറയേണ്ടതാണ്. ഞങ്ങൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും സൂര്യാസ്ത